ശാഖയിലുണ്ടായ ലൈംഗിക അതിക്രമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോട്ടയം സ്വദേശി അനന്തു അജിയുടെ നീതിക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്പയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹി യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമൊക്കെയും ഒരുക്കിയിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറായി തന്നെ വലിയ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. പ്രത്യേകിച്ച് നീതി തേടിയുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. കൃത്യമായിട്ടുള്ള പോലീസ് നടപടി ഉണ്ടാകണമെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഉദയ് ഭാനു ചിമ്പ് അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്തിന് മുൻപിലായിട്ട് വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. അനന്തു അജിക്ക് നീതി ലഭിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. ദേശീയവ്യാപകമായി തന്നെ RSSന് വലിയ പ്രതിഷേധം ഉയർത്തുന്ന നടപടികളിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നീങ്ങുകയാണ്. പ്രധാനമായിട്ടും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നീതി തേടിയുള്ള ആവശ്യം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് പോലീസ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്പുവിനെ പോലീസ് ഇപ്പോൾ വലിച്ചിഴക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമായി ഡൽഹിയിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓരോരുത്തരായിട്ട് ഇപ്പോൾ പോലീസ് നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ ഇപ്പോൾ വലിയ അതിക്രമത്തിലേക്ക് കടന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉദയ് ഭാനു ചിമ്പ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നാണ്. വലിയ പ്രതിഷേധം തന്നെ ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. വലിയ പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റു സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും RSSന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയും അതുപോലെ പോരാട്ടവും തുടരാൻ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള പോലീസ് നടപടി ഉണ്ടാകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് പറയുന്നത്. പോലീസിന്റെ മെല്ലെപ്പൊക്ക നയം അവസാനിപ്പിക്കണമെന്നും കൃത്യമായിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ പോലീസ് കയറ്റിയതിനെ തുടർന്ന് വാഹനത്തിനകത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങി ബസ്സിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വലിയൊരു പോലീസ് അതിക്രമത്തിലേക്ക് തന്നെ ഇവിടെ കടന്നിരിക്കുന്നതിന് വേണം പറയാം. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. അദ്ദേഹത്തെ വീണ്ടും വാഹനത്തിനുള്ളിൽ കയറ്റാൻ വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. देखिए, जिस तरह से केरला के युवा को इतना शोषण किया, सेक्सुअली एक्सप्लॉइट किया कि उसने अपनी जान दे दी और उसने बताया कि RSS के जो लोग हैं उसको सेक्सुअली एक्सप्लॉइट करते थे, उसका यौन शोषण करते थे, उसका बलात्कार करते थे. ये कैसी सीख है RSS की? अपनी शाखाओं में यही सिखाया जाता है कि देश के युवाओं का शोषण करें, देश के जो नौजवान लड़के हैं उनका बलात्कार करें, उनको सेक्सुअली एक्सप्लॉइट करें. ये सीख RSS अपनी शाखाओं में देना चाहती है या देती है पूरे देश में. और मुझे समझ नहीं आता इनको डर क्यों नहीं लगता. अगर देश के युवाओं का ऐसे शोषण करेंगे तो इनको पता है कि फिर देश का युवा अगर इनके खिलाफ हो गया तो ये सरकार में कैसे आएंगे, बीजेपी सरकार में कैसे आएगी. कहीं इनको इतना घमंड है अपनी वोट चोरी में कि ये जानते हैं देश के युवा का जितना मर्जी शोषण कर दें, सेक्सुअली एक्सप्लॉइट कर दें, अंत में युवा वोट दे या ना दे, वोट चोरी करके फिर से सरकार में आ जाएंगे. लेकिन कड़े शब्दों में निंदा करते हैं और सख्त से सख्त कार्रवाई होनी चाहिए उस RSS की मानसिकता में जो देश के युवाओं का मानसिक शोषण कर रही है, यौन शोषण कर रही है. और इतना शोषण किया कि उस इंसान ने सुसाइड कर लिया, आत्महत्या कर दी. ये क्या बीती होगी उस पर और क्या बीत रही होगी उसके परिवार में, जिसको ये RSS वाले कह रहे हैं कि पॉलिटिकल स्टंट है, ये उनको डिफेम करने का स्टंट है. RSS का कहना है कि किसी ने उसको डिफेम करने के लिए उसने अपनी जान दे दी. उसके परिवार वालों के पास जाकर, उस घर में जाकर RSS का एक भी बंदा ये बोलेगा कि ये तो स्टंट था और उसके बेटे ने ऐसे ही जान दे दी. शर्म होनी चाहिए. एक तो मर्डर किया, एक तो उस इंसान को मारा, उस युवा का कत्ल किया RSS वालों ने, और उसके बाद जब इंसाफ की बात आ रही है तो बोल रहे हैं ये स्टंट है. इससे घिरी हुई राजनीति, इससे घिरे हुए लोग देश में और कहीं नहीं होंगे जो इतना शोषण करते हैं और लोग सुसाइड कर ले उनके शोषण से और बाद में कहते हैं स्टंट है. ऐसे फिल्मों में देखा था, रियलिटी में देश में ऐसा पहली बार देखा बीजेपी और RSS के राज. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെയും പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായി ഡൽഹി യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്ത് ഉണ്ടായത്. പ്രധാനപ്പെട്ട ആവശ്യം അനന്തു അജിക്ക് നീതി വേണമെന്നുള്ളത് തന്നെയാണ്. അനന്തു അജിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകണമെന്നും പോലീസിന്റെ മെല്ലെപ്പോക്ക് നയം അവസാനിപ്പിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. ദേശവ്യാപകമായി തന്നെ RSSനെതിരെ വലിയ പ്രതിഷേധം തന്നെ വരും ദിവസങ്ങൾ ഉയർത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന് തീരുമാനം ഉണ്ടായാലും ഇപ്പോൾ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്പിനെ അടക്കമുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജു തോമസ്, മീഡിയ 1.